പ്രിയ വിദ്യാർത്ഥികളെ, ലെക്ചർ 5 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈക്കിൾ ഗ്രൂപ്പ്, സൈക്ലിക് സബ് ഗ്രൂപ്പ്സ്, അതുപോലെ കുറച്ച് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറംസ്, അതുപോലെ കുറച്ച് പ്രോബ്ലംസ്, എക്സസൈസ് പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ലെക്ചർ 5 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഒരിക്കലും കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നൊരു തിയറമാണ്. ലെറ്റ് G be a group and let A belongs to G, then H equal to A raised to N, N belongs to Z is a subgroup of G and is the smallest subgroup of G that contains A. That is, every subgroup containing A contains H. That A raised to N means A ne n times star A star A star അങ്ങനെ n ടൈം, അല്ലെങ്കിൽ ഇപ്പോൾ n മൈനസ് നെഗറ്റീവ് ആണെങ്കിൽ എനെ മൈനസ് എ ഇൻവേഴ്സിനെ n ടൈംസ് മൾട്ടി, പോസിറ്റീവ് n ടൈംസ് മൾട്ടി. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ n -10 ആണ്, അപ്പോൾ എ ഇൻവേഴ്സിനെ 10 പ്രാവശ്യം എ സ്റ്റാർ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് എ റേസ് ടു -10 എന്ന് പറഞ്ഞാൽ. അതുപോലെ എ റേസ് ടു 10 എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ അങ്ങനെ 10 ടൈംസ് സ്റ്റാർ ചെയ്ത്, അതാണ് എ റേസ് ടു. അപ്പോൾ എ റേസ് ടു n, എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഐഡൻറ്റിറ്റി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗ്രൂപ്പ് അതായത് ഇത് എച്ച് ഒരു സബ് ഗ്രൂപ്പ് ആയിരിക്കും, അതിൽ എ ഉണ്ടാകും. അതുപോലെ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പാണ് ആര്, എച്ച് എന്ന്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ പ്രൂഫ്, ഇപ്പോൾ നമുക്കൊരു സബ് ഗ്രൂപ്പാണ് പ്രൂവ് ചെയ്യണമെങ്കിൽ 3 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യേണ്ടത്. തൊട്ട് മുമ്പ് ഒരു തിയറം നമ്മൾ പഠിച്ചിരുന്നു ലെക്ചർ 4. അപ്പോൾ എച്ച് ഈസ് ക്ലോസ്ഡ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ ഓഫ് ജി എന്ന് പ്രൂവ് ചെയ്യണം. ഐഡന്റിറ്റി എലമെന്റ് ഇ ഓഫ് ജി എച്ച് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. എ ബിലോങ്സ് എച്ച് ആണ്, എ ഇൻവേഴ്സ് ബിലോങ്സ് എച്ച് എന്ന് പ്രൂവ് ചെയ്യണം. ഈ 3 കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്യണം. എന്നാലാണ് ഇത്രയും കാര്യങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, ഒരു സബ് ഗ്രൂപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ എയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എച്ച് ക്ലോസ്ഡ് അണ്ടർ ആണെന്ന് പറയണം. അതായത് എച്ചത്തെ 2 എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്താൽ കൊണ്ട് എച്ച് 2 പറയണം. കാരണം എ റേസ് ടു ആറിൻ്റെ എ റേസ് ടു എസ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ ആർ ടൈംസ് സ്റ്റാർ ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യുക. സ്റ്റാർ എസ് എ റേസ് ടു എസ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു എസിനെ എനെ എസ് ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുക. സ്റ്റാർ അതിന് ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ആർ ടൈംസ്, രണ്ടാമത്തെ എസ് ടൈംസ് ആണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ 3 ടൈംസ് ഉണ്ടാവും, r+1 ടൈംസ് അല്ലേ. അപ്പോൾ എ റേസ് ടു ആർ എ റേസ് ടു എസ് എന്ന് പറഞ്ഞാൽ എ റേസ് ടു r+s ആണ്. ഫോർ ആർ എസ് ബിലോങ്സ് സെറ്റ്. അങ്ങനെ ഇനി എ റേസ് ടു r+s എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോമാണല്ലോ എ റേസ് ടു n ഫോമാണ്. അതുകൊണ്ട് എ റേസ് ടു r+s അതിലുണ്ടാകും, എച്ച് ഉണ്ടാകും. അതായത് എ റേസ് ടു ആറും എ റേസ് ടു എസും എച്ചിലുണ്ടെങ്കിൽ എ റേസ് ടു ആറിൻ്റെ എ റേസ് ടു എസ് എച്ചിലുണ്ട്. അതായത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, വി സി ദാറ്റ് ദ പ്രോഡക്റ്റ് ഇൻ ജി ഓഫ് 2 എലമെന്റ്സ് ഓഫ് എച്ച് ഈസ് എഗെയിൻ എച്ച് എന്ന് കിട്ടി. അതായത് എച്ചത്തെ 2 എലമെന്റ് എടുത്ത് പ്രോഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ വീണ്ടും എച്ച് ഉണ്ട്. ദസ് എച്ച് ഈസ് ക്ലോസ് ഉള്ളത് ഗ്രൂപ്പ് ഓപ്പറേഷൻ ഓഫ് ജി. നമുക്ക് ഇതിനെ എ റേസ് ടു 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എ റേസ് ടു 0 എന്നുള്ളത് എച്ചിലുള്ള എലമെന്റ്, കാരണം എ റേസ് ടു n ഫോമാണ്. അപ്പോൾ ഈ എച്ചിലുണ്ട് കിട്ടി. അപ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കിട്ടി. എ റേസ് ടു ആർ എച്ചിലുണ്ട്, എ റേസ് ടു -6 ആറ് പോസിറ്റീവ് ഇൻഡിജർ ആണ്, -6 ഇൻഡിജർ ആണല്ലോ. എ റേസ് ടു ആർ എച്ചിലുണ്ട്, എ റേസ് ടു -6 എച്ചിലുണ്ടാവും. ആൻഡ് എ റേസ് ടു ആറിൻ്റെ എ റേസ് ടു -6 എ റേസ് ടു ആർ പ്ലസ് -6 എന്ന് പറഞ്ഞാൽ എ റേസ് ടു 0. എ റേസ് ടു 0 പറഞ്ഞാൽ ഇ എന്ന് കിട്ടും. അപ്പോൾ എ റേസ് ഇ എന്ന് കിട്ടി. എ റേസ് ടു ആറിൻ്റെ എ റേസ് ടു -6 ഈക്വൽ ടു ഇ ഈക്വൽ ടു എ റേസ് ടു -6 ഇൻറ്റു എ റേസ് ടു സ്റ്റാർ ആണ് എ റേസ് ടു ആർ. അപ്പോൾ എ റേസ് ടു ആറിൻ്റെ ഇൻവേഴ്സ് ആണ് എ റേസ് ടു -6. അപ്പോൾ നമുക്ക് 3 കണ്ടീഷൻ പ്രൂവ് ചെയ്തല്ലോ. എച്ചത്തെ ഏത് 2 എലമെന്റ്, അതായത് ഫസ്റ്റത്തെ എച്ചത്തെ ഏത് 2 എലമെന്റ് എടുത്ത് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ എച്ചിലുണ്ടെന്ന് കിട്ടി. അതുപോലെ ഐഡന്റിറ്റി എലമെന്റ് എച്ചിലുണ്ടെന്ന് കിട്ടി. അതുപോലെ എല്ലാ എലമെന്റ്സും ഇൻവേഴ്സ് ഉണ്ടെന്നും കിട്ടി. അതുകൊണ്ട് ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തൊട്ട് മുമ്പത്തെ തിയറം പ്രകാരം എച്ച് ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യണം എച്ച് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏറ്റവും ചെറിയ സബ് ഗ്രൂപ്പാണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക, എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏതൊരു സബ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിൽ ആരുണ്ടെന്ന് പ്രൂവ് ചെയ്യണം, എച്ച് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇഫ് കെ ഈസ് എ സബ് ഗ്രൂപ്പ് ഓഫ് ജി കണ്ടെയ്നിങ് എ, ദെൻ എച്ച് ഈസ് കണ്ടെയ്നിങ് കെ. അതാണ് നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ലെറ്റ് എക്സ് ബിലോങ്സ് എച്ച്, നമുക്ക് പ്രൂവ് ചെയ്യണം എക്സ് കെയിലുണ്ടെന്ന്. അപ്പോൾ എക്സ് എച്ചിലുണ്ടെങ്കിൽ എച്ചത്തെ എലമെന്റുകൾ ഫോം എ റേസ് ടു n ഫോം. അപ്പോൾ എക്സിനെ എ റേസ് ടു ആർ എഴുതാൻ പറ്റും. ഇനി എ കെയിലുണ്ട്, അതിൻ്റെ
കെ ജിയുടെ സബ് ഗ്രൂപ്പാണ്. അങ്ങനെയാണ് നമുക്കെന്ന് പറയാൻ പറ്റും എ സ്റ്റാർ കെയിലുണ്ടാകും. കാരണം കെ ഇസ് ക്ലോസ്ഡ് അണ്ടറാണ്. അപ്പോൾ എയും ബി ഉണ്ട്, എ ബി കെയിലുണ്ടാവണം. അപ്പോൾ എ ഉണ്ടെങ്കിൽ എ സ്റ്റാർ ആയിരുന്നു. അങ്ങനെ ആർ ടൈംസ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയിലുണ്ടാവും കെയിലുണ്ടാവും. അതായത് എക്സ് ഈക്വൽ ടു എ സ്റ്റാർ കെയിലുണ്ട് എന്നിട്ട് ഫോർ എക്സ് എച്ചിലുണ്ടെങ്കിൽ എക്സ് കെയിലുണ്ട് എന്നിട്ട് അപ്പോൾ കെ ഇസ് കണ്ടെയ്നഡ് എച്ച് ഇസ് കണ്ടെയ്നഡ് ഇൻ കെ. അപ്പോൾ അത്ര സ്മാളസ്റ്റ് ആണ് പ്രൂഫ്. അപ്പോൾ അതിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ സൈക്ലിക് സബ് ഗ്രൂപ്പാണ് ഡിഫൈൻ ചെയ്യുന്നത്. ലെറ്റ് ജി ബി എ ഗ്രൂപ്പ് ആൻഡ് എ ബിലോങ്സ് ടു ജി. തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു എച്ച് ഈക്വൽ ടു എ റേസ് ടു എൻ ബിലോങ്സ് ടു സെഡ്. ഇതൊരു സബ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞു. ഈ സബ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ്. ഇറ്റ് ഈസ് ദ സ്മാളസ്റ്റ് സബ് ഗ്രൂപ്പ് കണ്ടെയ്നിങ് എ എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഈ എച്ചിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ് ഓഫ് ജി ജനറേറ്റഡ് ബൈ എ. കാരണം ഒരു എലമെൻറ്റിൻ്റെ പവറായിട്ടാണ്. അപ്പോൾ അതിന് നമ്മൾ ഡിനോട്ട് ചെയ്യും ഈ സിമ്പൽ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ എ റേസ് ടു എച്ച്, ഇതിനെ വിളിക്കുന്ന പേരാണ്, എച്ചിനെ വിളിക്കുന്ന പേരാണ് എച്ച് ഈക്വൽ ടു എ റേസ് ടു എൻ ബിലോങ്സ് ടു സെഡ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് സബ് ഗ്രൂപ്പ്. എനെ വിളിക്കുന്ന അതിൻ്റെ ജനറേറ്റർ എന്ന് വിളിക്കും. ഡിനോട്ട് എ സിമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ. ആൻ എലമെന്റ് എ ഓഫ് ജി ജനറേറ്റ് ജി ആൻഡ് ഈസ് ജനറേറ്റർ ഫോർ ജി ഇഫ് the cyclic subgroup generated by A equal to G. അതായത് A raised to H equal to G അങ്ങനെയാണെങ്കിൽ A generate G എന്ന് പറയും. ആൻഡ് ജിനെ വിളിക്കുന്ന പേരാണ് സൈക്ലിക് ഗ്രൂപ്പ്. ദാറ്റ് ഈസ് എ ഗ്രൂപ്പ് G cyclic if there is some element A in G that generates G. ഇതാണ് ഡെഫിനിഷൻ. അപ്പോൾ ഐ റിപ്പീറ്റ്. First definition, let G be a group and let A belongs to G, then the subgroup H equal to A raised to N belongs to Z of G is called the cyclic subgroup of G generated by A. Second definition, an element A belongs to G generates A എന്ന് പറയണമെങ്കിൽ ഈ cyclic subgroup generated by A equal to G, അതായത് ഈ എച്ച് ജിയും ഈക്വൽ ആയി കഴിഞ്ഞാൽ എ ജീനെ ജനറേറ്റ് ചെയ്യുന്നതെന്ന് പറയും. ജി നമ്മളെന്ന് പറയും സൈക്ലിക് ഗ്രൂപ്പ് എന്ന് പറയും. അതായത് ഒരു സിംഗിൾ എലമെന്റ് ഉപയോഗിച്ച് ജീത്തെ എല്ലാ എലമെന്റ്സിനും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സൈക്ലിക്. എക്സാമ്പിൾ സെഡ് പ്ലസ് ഒരു സൈക്ലിക് ഗ്രൂപ്പ്. കാരണം നമുക്ക് വണ്ണ് സെഡത്തെ എല്ലാ എലമെന്റ്സിനും വണ്ണ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യും. കാരണം വണ്ണിന് 1, 2ന് 1+1, 3ന് 1+1+1 അപ്പോൾ 3, 1+1+1 4 അങ്ങനെ എക്സെട്ര. അതുപോലെ മൈനസ് അതായത് 1 നമുക്ക് വേറെ കാര്യം പറയാം. 1:1 എന്ന് പറഞ്ഞാൽ 1 ആണ്, 1:2 പറഞ്ഞാൽ 1+1 അതായത് 2, 1:3 എന്ന് പറഞ്ഞാൽ 1+1+1 അതായത് 3. ഞാൻ പറഞ്ഞു എ റേസ് ടു എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ എ. ഇവിടുത്തെ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, അതുകൊണ്ടാണ് 1:2 പറഞ്ഞാൽ 1+1, 1:3 എന്ന് പറഞ്ഞാൽ 1+1+1 ദാറ്റ് ഈസ് 3, 1:4 എന്ന് പറഞ്ഞാൽ 1+1+1 അങ്ങനെ 4 ഇട്ട് അങ്ങനെ എക്സെട്ര. 1⁻⁻1 എന്ന് പറഞ്ഞാൽ -1 ആണ്, 1⁻²2 പറഞ്ഞാൽ -1+-1 അങ്ങനെ എക്സെട്ര. അപ്പോൾ ഈ സെഡ് പ്ലസിന് 1 മാത്രം ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുമ്പോൾ 1⁻⁻1 എന്ന് പറഞ്ഞാൽ -1 ആണ്, 1⁻²2 പറഞ്ഞാൽ -1+-1 ദാറ്റ് ഈസ് -2 അങ്ങനെ എക്സെട്ര. അപ്പോൾ 1 ഉപയോഗിച്ചിട്ട് മാത്രം സെഡ് പ്ലസിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ -1 മാത്രം, അതായത് 1ഉം -1ഉം കൂടി ഉപയോഗിച്ചിട്ടല്ല, മനസ്സിലാക്കണേ. 1 ഉപയോഗിച്ചിട്ട് 1:n ആണ് ഫോം. ഇപ്പോൾ 1:2 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 ആണ്, 1+1 ആണ്. 1:3 എന്ന് പറഞ്ഞാൽ 1+1+1 അങ്ങനെ 3 ആണ് കേട്ടോ. 1⁻⁻1 എന്ന് പറഞ്ഞാൽ 1⁻⁻1 എന്ന് പറഞ്ഞാൽ -1 കിട്ടും. 1⁻2 എന്ന് പറഞ്ഞാൽ -2 കിട്ടും. അതായത് -1+1 പറഞ്ഞാൽ -3 കിട്ടും. അങ്ങനെ എക്സെപ്റ്റ് ആവും. അപ്പോൾ 1 ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ -1 ഉപയോഗിച്ചിട്ടും ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, -1⁻⁻1 എന്ന് പറഞ്ഞാൽ 1 കിട്ടും. -1⁻2 പറഞ്ഞാൽ 2 കിട്ടും. -1⁻3 പറയുമ്പോൾ -3 കിട്ടും. ഓക്കെ, അതുപോലെ 1⁻1 എന്ന് പറയുമ്പോൾ -1+-1 -2 കിട്ടും. -1⁻3 എന്ന് പറയുമ്പോൾ -1+-1 അപ്പോൾ -3. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1 ഉപയോഗിച്ച് സെഡ് പ്ലസിനെ ജനറേറ്റ് ചെയ്യും, മറ്റു -1 ഉപയോഗിച്ചും സെഡിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സെഡ് പ്ലസ് ഇസ് എ സൈക്ലിക് ഗ്രൂപ്പ്. ഇനി വേറൊരു ഗ്രൂപ്പാണ് U equal to I -1 -1. I എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പർ നമുക്കറിയാലോ, I equal to √(-1). അപ്പോൾ ഇത് ഗ്രൂപ്പ് ആയിരിക്കും അണ്ടർ ദി മൾട്ടിപ്ലിക്കേഷൻ.
ഓക്കെ. ഇനി ഇത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇത് ജനറേറ്റ് ചെയ്യും, ഇതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം അതിനെ ഐ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെ, I⁻1 എന്ന് പറഞ്ഞാൽ I⁻2 എന്ന് പറഞ്ഞാൽ -1 കിട്ടി, I⁻3 പറയുമ്പോൾ I³ -I കിട്ടി, I⁻4 എന്ന് പറയുമ്പോൾ I⁻4 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. അപ്പോൾ ഐ എന്ന ഒറ്റ എലമെന്റ് വെച്ച് ഇതിലത്തെ എല്ലാ എലമെന്റ്സിനും ജനറേറ്റ് ചെയ്യാൻ പറ്റും. I⁻1 എന്ന് പറഞ്ഞാൽ ഐ തന്നെ, I⁻2 I*I I ദാറ്റ് ഈസ് -1 കിട്ടും. I³ എന്ന് പറഞ്ഞാൽ I × I കിട്ടും. I⁻4 എന്ന് പറഞ്ഞാൽ I × 4 ടൈംസ് I മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും. അപ്പോൾ ഇതിലത്തെ എല്ലാ എലമെന്റ്സിനും ഐ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്, ജനറേറ്റഡ് ബൈ ഐ. ഇതുപോലെ -I ഉപയോഗിച്ചിട്ടും ഇതിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് 2 ജനറേറ്റർ ഉണ്ട്. ഇതുപോലെ 2Z എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. അത് Z+ന്റെ ഒരു സൈക്ലിക് സബ്ഗ്രൂപ്പ് ആയിരിക്കും. കാരണം 2Z-നെ 2 ബൈറ്റും അതുപോലെ -2 ബൈറ്റും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോർ 2⁻0 പറഞ്ഞാൽ I0 ആയിട്ടല്ല, 2⁻0 എന്നാൽ 0 ആണ്. ഐഡന്റിറ്റി എലമെന്റ് ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. 2⁻1 എന്ന് പറഞ്ഞാൽ 2, 2⁻4 എന്ന് പറഞ്ഞാൽ 2+2 പറഞ്ഞാൽ 2+2, 2⁻3 എന്ന് പറഞ്ഞാൽ 2+2+6, 2⁻4 എന്ന് പറഞ്ഞാൽ 8, ഇങ്ങനെ എക്സെട്ര. തിരിച്ചും കൊണ്ട് പറഞ്ഞാൽ 2⁻2 എന്ന് പറയുമ്പോൾ -2 + -1, 2⁻4 -2 അപ്പോൾ ഇത് 2 കൊണ്ടും അതുപോലെ -2 കൊണ്ടും ഇതിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒറ്റ എലമെന്റ് ഉപയോഗിച്ചാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 2Z ഒരു സൈക്ലിക് സബ്ഗ്രൂപ്പ് ഓഫ് Z+. അതുപോലെ I-1 നേരത്തെ പറഞ്ഞ ഈ സാധനം ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പാണെന്നോ. ഇതൊരു സെറ്റ് ഓഫ് നോൺ സീറോ കോംപ്ലക്സ് നമ്പർ അണ്ടർ മൾട്ടിപ്ലിക്കേഷനിൽ ഗ്രൂപ്പിന്റെ സൈക്ലിക് സബ്ഗ്രൂപ്പ് ആയിരിക്കും. പക്ഷേ സെറ്റ് ഓഫ് ഓൾ നോൺ സീറോ കോംപ്ലക്സ് നമ്പേഴ്സ് എന്തല്ല സൈക്ലിക് ഗ്രൂപ്പ് അല്ല, പക്ഷെ അതിന് സൈക്ലിക് സബ്ഗ്രൂപ്പ് ഉണ്ട്, അതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യമാണ്. നെക്സ്റ്റ് പ്രോബ്ലം, പ്രൂവ് ദാറ്റ് എവറി സൈക്ലിക് ഗ്രൂപ്പ് ഈസ് അബീലിയൻ. അതായത് എല്ലാ സൈക്ലിക് ഗ്രൂപ്പും അബീലിയ എന്ന് പറയാം. അത് A B ഉണ്ട്, AB = B എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ലെറ്റ് G be a cyclic group with generator A. നമുക്ക് പ്രൂവ് ചെയ്യാം. എക്സും വൈയും ജിയിലാണ്, XY = YX എന്നാണ് പ്രൂവ് ചെയ്യാം. എക്സ് ജിയിലുള്ളതുകൊണ്ട് എക്സിന് ജീനെ ജനറേറ്റ് ചെയ്യുന്ന A ആണ്. അപ്പോൾ എക്സിനെ നമുക്ക് A⁻R എന്ന് എഴുതാൻ പറ്റും. അതുപോലെ Y ജിയിലുണ്ട്, അപ്പോൾ Yനെ നമുക്ക് A⁻S എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ X = A⁻R ആയിരിക്കും, Y = A⁻S. ആറും എസും സെറ്റിലുണ്ടാവും. XY കാണാം, A⁻R A⁻S, അത് A⁻R+S ആണ്. അതായത് R+S നമുക്ക് തിരിച്ചെഴുതാം S+R, A⁻S+R. ഇത് നമുക്ക് തിരിച്ചെഴുതാം A⁻S A⁻R YX. അപ്പോൾ XY = YX എന്നിട്ട് ശരിക്കും സ്റ്റാർ ആണ്, മൾട്ടിപ്ലിക്കേഷൻ എന്നല്ല. അപ്പോൾ ദിസ് G is abelian. ഓക്കെ, ഇനി അസൈൻമെന്റ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അസൈൻമെന്റ്, ഡിസ്കസ് claim for group. It is it abelian? Is it cyclic? Write all subgroup classified. ഇത്രയും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഇതിൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ലെക്ചർ നോട്ട് ഓൺ ബേസ്ഡ് ഓൺ ദിസ് എന്നുള്ളത് ഞാൻ ഓൾറെഡി അസൈൻമെന്റ് തന്നതാണ്. ബാക്കി 1 മുതൽ 5 വരേക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നെക്സ്റ്റ് ശനിയാഴ്ച 4 മണിക്ക് ലെക്ചർ 4ൻ്റെ കൂടുതൽ സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, പറ്റുന്ന മാക്സിമം ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. സമയം തരുന്നുണ്ട്. ഓക്കെ, റെഫറൻസസ് ഫസ്റ്റ് കോഴ്സ് ഇൻ അബ്സ്ട്രാക്ട് അൽജിബ്ര M. Martin, ടോപ്പിക് ഇൻ അൽജിബ്ര. ഇത്രയും കാര്യങ്ങളാണ്. ഓക്കെ, താങ്ക് യു.